പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് നിഴലിക്കുന്നത് കടുത്ത അനിശ്ചിതത്വവും അതേസമയം അപ്രതീക്ഷിതമായ നയതന്ത്ര നീക്കങ്ങളുമാണ്. ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന അമേരിക്ക ഇറാൻ സംഘർഷം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇറാൻ ഒരു സമാധാന കരാറിനായി കൊതിക്കുന്നുവെന്നും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഏതാണ്ട് അവസാനിച്ചതായാണ് താൻ കരുതുന്നതെന്നുമുള്ള ട്രംപിന്റെ വാക്കുകൾ ശരിയാണോ അതോ ഇതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ നയതന്ത്രത്തിലെ പുതിയ കരുനീക്കങ്ങളെയും അതിന്റെ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളെയും കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ താൻ വിജയിച്ചു എന്ന സൂചന നൽകുന്ന പ്രസ്താവനകൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഇറാൻ ഇപ്പോൾ സാമ്പത്തികമായും സൈനികമായും വലിയ സമ്മർദ്ദത്തിലാണെന്നും അവർ എത്രയും വേഗം ഒരു കരാറിൽ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. താൻ കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇതിനോടകം ഒരു ആണവ ശക്തിയായി മാറുമായിരുന്നു എന്ന അവകാശവാദവും ട്രംപ് ഉയർത്തുന്നു. നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത ഉപരോധങ്ങൾ ഇറാനെ തളർത്തിക്കഴിഞ്ഞു എന്നും ഇനി അമേരിക്ക പിന്മാറിയാൽ പോലും തകർന്നടിഞ്ഞ ആ രാജ്യം പുനർനിർമ്മിക്കാൻ അവർക്ക് ചുരുങ്ങിയത് 20 വർഷമെങ്കിലും വേണ്ടിവരുമെന്നുമാണ് ട്രംപിന്റെ വിലയിരുത്തൽ. എന്നാൽ തന്റെ ദൗത്യം ഇതുവരെ പൂർണ്ണമായിട്ടില്ലെന്നും ഇറാൻ ചർച്ചാമേശയിലേക്ക് വരാനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, മറിച്ച് തന്റെ മാക്സിമം പ്രഷർ എന്ന നയം ലക്ഷ്യം കണ്ടു എന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാണ്. അമേരിക്കൻ വിദേശ നയത്തിൽ ട്രംപിന്റെ തിരിച്ചുവരവ് പശ്ചിമേഷ്യയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ തളർത്താനും രാജ്യത്തിന്റെ എണ്ണ വ്യാപാരത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്താനും ട്രംപിന് സാധിച്ചു. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇറാനെ സമാധാന ചർച്ചകളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് വാഷിംഗ്ടണിന്റെ പക്ഷം. എന്നാൽ ഇറാൻ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നത് ഇന്നും ദുരൂഹമായി തുടരുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ നടപ്പിലാക്കാൻ നിലവിൽ തടസ്സമായി നിൽക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാലപരിധിയാണ്. ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ എത്ര കാലത്തേക്ക് നിർത്തിവെക്കണം എന്നതിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. കുറഞ്ഞത് 20 വർഷത്തേക്കെങ്കിലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ 5 വർഷത്തെ ഇളവുകൾക്ക് മാത്രമാണ് ഇറാൻ തയ്യാറാകുന്നത്. ഈ കാലപരിധിയിലെ തർക്കം പരിഹരിക്കപ്പെടാനാകാത്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെടാൻ പ്രധാന കാരണമായത്. യുറേനിയം സമ്പുഷ്ടീകരണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ പുരോഗതിയുടെ അടയാളമായി ഇറാൻ കാണുമ്പോൾ അത് ആണവായുധ നിർമ്മാണത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്ന് അമേരിക്കയും ഇസ്രയേലും വിലയിരുത്തുന്നത്. 20 വർഷം എന്നത് ഒരു തലമുറയുടെ മാറ്റത്തിന് തുല്യമായ കാലയളവാണ്. അത്രയും കാലം പദ്ധതി നിർത്തിവെച്ചാൽ ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ കാലഹരണപ്പെടുമെന്നും അവർക്ക് പിന്നീട് തിരിച്ചു വരാൻ സാധിക്കില്ലെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നു. എന്നാൽ 5 വർഷം എന്നത് ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സമയം മാത്രമാണ്. 5 വർഷത്തിന് ശേഷം വീണ്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തങ്ങൾക്ക് സാധിക്കണം എന്നതാണ് ഇറാന്റെ നിലപാട്. ഈ സാങ്കേതിക തർക്കങ്ങൾക്കിടയിലാണ് നയതന്ത്രജ്ഞർ പുതിയ വഴികൾ തേടുന്നത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ വെച്ച് ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടന്നേക്കുമെന്ന് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ സൂചനയിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഏപ്രിൽ 10 മുതൽ 12 വരെ ഇസ്ലാമാബാദിൽ നടന്ന ഉന്നതതല ചർച്ചകൾ ചില സാമ്പത്തികവും ഭരണപരവുമായ തർക്കങ്ങൾ കാരണം പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ആ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തമായ നയതന്ത്ര നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാനെ ഈ ചർച്ചകളുടെ വേദിയായി തെരഞ്ഞെടുത്തത് തന്നെ അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇറാന്റെ അയൽ രാജ്യവും അമേരിക്കയുടെ സുഹൃത്തുമായ പാകിസ്ഥാൻ ഈ ചർച്ചകളിൽ നിർണായകമായ മധ്യസ്ഥ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇസ്ലാമാബാദിലെ നയതന്ത്ര നീക്കങ്ങൾ ശുഭസൂചനയാണ് നൽകുന്നതെന്ന് ട്രംപ് പറയുമ്പോഴും ഭൂമിയിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. ഇറാന്റെ ചരക്ക് നീക്കത്തെയും എണ്ണ കയറ്റുമതിയെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ കടൽ അതിർത്തിയിൽ അമേരിക്ക നടത്തുന്ന ഈ ഇടപെടൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് കടൽ കൊള്ളയ്ക്ക് തുല്യമാണെന്നും ഇറാൻ ആരോപിക്കുന്നു. എന്നാൽ ഇറാനെ ചർച്ചാമേശയിൽ എത്തിക്കാൻ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ അനിവാര്യമാണെന്നാണ് വാഷിംഗ്ടണിന്റെ നിലപാട്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ഉപരോധങ്ങളും സൈനിക വിന്യാസവും ശക്തമായി തുടരുന്നത് ഒരു ഗൺ പോയിന്റ് നയതന്ത്രത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇറാൻ വിഷയത്തിന് പുറമെ പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ബാധിക്കുന്ന മറ്റൊരു വലിയ നീക്കം ഇസ്രയേലും ലെബനനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന ശത്രുത അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട് എന്നത് ഒരു വിപ്ലവകരമായ മാറ്റമാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നിരന്തരമായ ഇടപെടലുകളും മധ്യസ്ഥതയുമാണ് ഈ നീക്കത്തിന് പിന്നിൽ. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാനും ലെബനനിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് പരിഹാരം കാണാനും ഈ കരാർ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ സമാധാന നീക്കങ്ങൾക്ക് വലിയൊരു തടസ്സമായി നിൽക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയാണ്. ഇസ്രായേലുമായുള്ള ചർച്ചകളെ ഹിസ്ബുള്ള ശക്തമായി എതിർക്കുന്നു. സമാധാന നീക്കങ്ങൾ
നീക്കങ്ങൾ നടക്കുമ്പോഴും ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുന്നത് മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നുണ്ട്. ഇസ്രയേൽ ലെബനൻ കരാർ വിജയിച്ചാൽ അത് ഇറാന്റെ പ്രാദേശിക സ്വാധീനം കുറയ്ക്കുമെന്ന ഭീതി ഹിസ്ബുള്ളയ്ക്കുണ്ട്. മാർക്കോ റൂബിയോയുടെ നയതന്ത്രജ്ഞത പരീക്ഷിക്കപ്പെടുന്ന ഒരു പ്രധാന മേഖല കൂടിയാണിത്. ഹിസ്ബുള്ളയെ എങ്ങനെ ഈ പ്രക്രിയയിൽ നിന്ന് അകറ്റി നിർത്താം, അല്ലെങ്കിൽ അവരെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കരാറിന്റെ ഭാവി. ഇറാൻ അമേരിക്ക സംഘർഷം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന വാർത്ത ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തെ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നായ ഇറാൻ വീണ്ടും സജീവമായി എണ്ണ വിപണിയിലേക്ക് വന്നാൽ ഇന്ധനവിലയിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ വലിയ രീതിയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് ആശ്വാസകരമായ വാർത്തയാണ്. എന്നാൽ സമാധാന കരാർ പരാജയപ്പെടുകയും സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്താൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. ഇന്ത്യ നിലവിൽ നടപ്പിലാക്കുന്ന ഇഥനോൾ മിശ്രിത പെട്രോൾ, അതായത് E20 പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ ഇന്ധന സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിലും പശ്ചിമേഷ്യയിലെ സമാധാനം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇറാനുമായുള്ള ചർച്ചകൾ വിജയിച്ചാൽ ഇന്ത്യയുടെ ചബഹാർ തുറമുഖ പദ്ധതി ഉൾപ്പെടെയുള്ള നയതന്ത്രപരമായ നിക്ഷേപങ്ങൾക്ക് പുതിയ ജീവൻ ലഭിക്കും. അതിനാൽ തന്നെ ട്രംപിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകണമെന്നാണ് ഏഷ്യൻ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ ലോകത്തിന് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം നയതന്ത്ര നീക്കങ്ങൾ പലപ്പോഴും പാതി വഴിയിൽ തകർന്നു പോയിട്ടുള്ളതായി നമുക്ക് കാണാം. ഇറാൻ ശരിക്കും കരാറിനായി കൊതിക്കുന്നുണ്ടോ അതോ സമയം ലഭിക്കാൻ വേണ്ടി നടത്തുന്ന തന്ത്രമാണോ ഇത് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ചർച്ചകളും ഉപരോധങ്ങളും ആക്രമണങ്ങളും ഒരേ സമയം നടക്കുമ്പോൾ പശ്ചിമേഷ്യ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. സമാധാനം എന്നത് വെറുമൊരു കരാർ ഒപ്പിടൽ മാത്രമല്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിന്റെ പുറത്ത് കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാൻ കരാറിൽ ഒപ്പിട്ടാലും മേഖലയിലെ ഹിസ്ബുള്ളയെ പോലെയുള്ള സംഘടനകളുടെ നിലപാടുകൾ സമാധാനത്തിന് വെല്ലുവിളിയായി തുടരും. ട്രംപിന്റെ വിചിത്രവാദം യാഥാർത്ഥ്യമാകുമോ അതോ പശ്ചിമേഷ്യ മറ്റൊരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഏടുകളായി മാറും എന്നതിൽ തർക്കമില്ല. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ അത് ലോകത്തിന്റെ പുരോഗതിക്കും സ്ഥിരതയ്ക്കും വലിയൊരു ചാലക ശക്തിയായി മാറും എന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.